ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് നമ്മൾ കാസർഗോഡ് പെരുന്നാൾ സ്പെഷ്യലായിട്ടുള്ള നല്ലൊരു ഡ്രൈ സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് നമ്മൾ ബാട്ടത്തിൽ. അപ്പോൾ ഈ ബാട്ടത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി 4-5 മണിക്കൂർ പോത്തിട്ട് വെച്ച് നല്ലോണം കയറ്റിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനില്ലേ ഈ 2 കപ്പ് എന്ന് പറയുന്നത് നമ്മൾ മിൽക്ക് മെയ്ഡിൻ്റെ ഡബ്ബിയിലെ ഈ മിഠായി അമൂലിൻ്റെ മിഠായി മേറ്റുള്ള ഡബ്ബി അതിൽ 2 കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കില്ലേ ഈ അരി ഒന്ന് അരച്ചിട്ടെടുക്കണം. അപ്പോൾ മിക്സിയിലാണ് ഞാൻ അരച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കയറ്റി വെച്ച അരിയില്ലേ പോത്തിക്കായിട്ട് കയറ്റി വെച്ച അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറേ ലൂസാക്കിയിട്ട് എടുക്കണ്ട, ഈ അരി അരിയാനായിട്ടുള്ള വെള്ളം മതിയാവും. ഇനി നമുക്ക് ഇതിലേക്കില്ലേ ഒരു മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം. മുട്ട പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടില്ലേ നമുക്കിത് നല്ലോണം ഒന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ നമുക്കിത് അരച്ചിട്ടെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കില്ലേ ഇതിലേക്കില്ലേ ഒരു 2 ടേബിൾ സ്പൂണ് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ അരി ഇനി നമുക്കിതില്ലേ പുതുക്കിയിട്ടെടുക്കുന്നല്ലെങ്കിൽ വാട്ടിയിട്ടെടുക്കുന്നത് അങ്ങനാക്കിയിട്ട് എടുക്കുമ്പോൾ ആ ടൈമിൽ തന്നെ നമുക്ക് എള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. കറുത്തുള്ള ഈ വാട്ടിയിട്ടെടുക്കാനായിട്ട് ഒരു സോസ് പാൻ ഞാനൊരു അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ചൂടായിട്ടാകുമ്പോൾ നമ്മൾ അരച്ചിട്ടെടുത്ത ഇതില്ലേ മാവ് അത് ഇനി നമ്മൾ ഇതൊന്ന് വാട്ടിയിട്ടെടുക്കുക. ജസ്റ്റ് നമ്മൾ പത്തലിനെല്ലാം പുതുക്കുന്നില്ലേ അതേപോലെ പുതുക്കിയിട്ടെടുത്താൽ മതിയാവും. ഇത് ഞങ്ങൾ കാസർഗോട്ടുകാർക്കെല്ലാം അറിയുക. അപ്പോൾ ഇത് പുതുക്കിയിട്ടെടുക്കാൻ എന്നിട്ടായിട്ടില്ലേ നല്ലോണം പുതുക്കിയിട്ടെടുക്കണ്ട. കാരണം ഇത് നമുക്ക് പച്ചരിയല്ലേ, പച്ചരി ആകുമ്പോൾ ഇത് നല്ലോണം ഡ്രൈ ആവും. അപ്പോൾ ജസ്റ്റ് വെള്ളമെല്ലാം ഇങ്ങനെ വറ്റിയിട്ട് വരുന്നില്ല, ആ ഒരു ഇതാകുന്നിടത്തോളം നമുക്കിതൊന്ന് വാട്ടിയിട്ടെടുക്കാം. ഇപ്പോൾ കാണുന്നില്ല, ഇത്ര മതിയാവും. ഇനിയും പിന്നെ നല്ലോണം ഡ്രൈ ആക്കാൻ പോയെങ്കിൽ നല്ലോണം ഒന്ന് ഡ്രൈ ആവും. പച്ചരി എന്ന് പറയുന്നത് വേഗം ഡ്രൈ ആണെന്നല്ലേ, അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ ആക്കിയിട്ടെടുത്താൽ മതി. ഇനിയിൽ ഈ പുതുക്കിയിട്ടെടുത്ത നമ്മൾ ഈ പിട്ടില്ലേ പാട്ടത്തിൻ്റെ പിട്ട്, ഇനി ഇത് നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ടെടുക്കണം. കൈ കൊണ്ട് കുഴച്ചിട്ട് തന്നെ നല്ല പോലെ സോഫ്റ്റ് ആക്കിയിട്ടെടുക്കണം. ഈ ടൈമിൽ തന്നെയാണ് നമ്മളില്ലേ ഇതിലേക്ക് ചരച്ച തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത്. പക്ഷെ ഞാനില്ലേ ഈ അപ്പം ഉണ്ടാക്കുന്ന ടൈമിൽ എനിക്ക് മറന്നതുകൊണ്ടില്ലേ ഞാൻ കുറച്ച് പിന്നെയാണ് ഈ സോഫ്റ്റ് എല്ലാം ആക്കിയിട്ട് നമ്മൾ ഈ കുഴച്ചിട്ടെല്ലാം ആയിട്ടാകുമ്പോൾ നമുക്ക് ഓർമ്മയായി തേങ്ങ ഇട്ടിട്ടാണ്. അപ്പോൾ ഇതെല്ലാം ആയിട്ടായിട്ട് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇല്ലേ നിങ്ങളെല്ലാം ചെയ്യുമ്പോൾ എന്താക്കണോ, പുതുക്കിയിട്ടായിട്ട് എടുത്ത പാടന് ഈ പ്ലേറ്റിലേക്ക് മാറ്റുന്നില്ലേ ആ ടൈമിൽ തന്നെ ഈ ചരച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഏകദേശം ഒരു മീഡിയം തേങ്ങ ചരച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ നല്ല സോഫ്റ്റ് ആക്കിയിട്ടെല്ലാം എടുത്തിട്ട് അതിന് അപ്പോൾ നമുക്ക് ഓർമ്മയത് തേങ്ങ ഇടാത്തത്. അങ്ങനെ ഞാനില്ലേ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഈ തേങ്ങ ഇട്ട് കൊടുത്തിട്ടായിട്ട് പിന്നെ ആദ്യം മിക്സ് ആക്കിയിട്ടെടുത്തതാണ്. അപ്പോൾ നിങ്ങളെ ചെയ്യുമ്പോൾ എന്താക്കണമെന്നില്ലെങ്കിലേ പിന്നെ ഫസ്റ്റ് തന്നെ തേങ്ങ ഇട്ടിട്ട് കൊടുക്കണമാവുക. അപ്പോൾ പിന്നെ ഈ 2 പണിയില്ലല്ലോ. ഇതിപ്പോൾ ഞങ്ങൾക്ക് 2 വട്ടം പണിയായി ഇങ്ങനെ കുഴച്ചിട്ടെടുക്കാൻ. അപ്പോൾ ഈ പിട്ടിനെ ഞാൻ നല്ല പോലെ കുഴച്ചിട്ടെടുത്തിട്ടുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് തന്നെ കുഴച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കില്ലേ ഈ പിട്ടിനെ ചെറിയ ബോളാക്കിയിട്ട് എടുക്കാം. പാട്ടത്തലിന് നല്ല ചെറിയ ബോളാണ് ആക്കിയിട്ടെടുക്കേണ്ടത്. നമുക്ക് എത്രയും ചെറിയതാക്കിയിട്ട് എടുക്കാൻ കഴിയുന്നത്. ചെറുതാക്കുമ്പോൾ മാത്രം കുറേ നേരമാവും, അപ്പം കുറേ കിട്ടുന്നല്ലേ, കുറേ ബോൾസ് ആവും. അപ്പം നമുക്ക് കുറേ ടൈമാവും. ഇതിപ്പോൾ ഞാൻ സാധാരണ ചെറുതന്നെ ആക്കിനെ, ഈ വീഡിയോയിൽ കാണുന്ന അത്ര വലുതൊന്നുമില്ലാവോ, ചെറുതന്നെ ആക്കിയിട്ടുണ്ടായത്. അതപ്പം കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ എല്ലാം നമുക്കിങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്കില്ലേ ഈ ബോൾസ് എല്ലാം ഒന്ന് പരത്തിയിട്ടെടുക്കണം. അപ്പോൾ ഈ നമ്മൾ പത്തലാക്കുന്ന അച്ചില്ലേ അതിലാണ് ഇത് പരത്തിയിട്ടെടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ ഈ 2 ബോൾസായിട്ടാണ് ഇങ്ങനെ പരത്തിയിട്ടെടുക്കുന്നുള്ളത്. ഇങ്ങനെ പരത്തിയിട്ടെടുത്തതിൽ നമുക്കൊരു വൈറ്റ് തുണി, നല്ല ക്ലീനുള്ള ഒരു തുണിയിൽ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കാം. എന്താണെന്ന് വെച്ചില്ലെങ്കിൽ ഇത് നമ്മളില്ലേ എണ്ണ ചൂടാക്കിയിട്ടായിട്ട് തന്നെ ഇങ്ങനെ പരത്തിയിട്ടെടുക്കുന്നത് കുറേ ടൈം എടുക്കും. അതിനായിട്ട് നല്ലത് എന്തെന്നില്ലെങ്കിൽ ഇങ്ങനെ പരത്തിയിട്ട് കുറച്ച് റെഡിയാക്കിയിട്ട് വെച്ചിട്ടായിട്ട് നമുക്ക് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ട് ചൂടാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നായിട്ട് കിട്ടും. പക്ഷേ ഈ ഓയിലും ഈ പരത്തലെല്ലാം
നടക്കുന്നില്ല, ഒന്നിച്ചിട്ട് കുറേ ടൈം എടുക്കും. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പം ഞാനിവിടെ കുറച്ചിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇത് എല്ലാം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അതിനായിട്ട് പാൻ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ വെച്ചിട്ട് എടുത്തിട്ട് നല്ല പോലെ ചൂടായിട്ടാകുമ്പോൾ നമ്മൾ ഈ പരത്തിയിട്ട് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഉണ്ട്, അപ്പെല്ലാം ഉണ്ടല്ലേ, അത് ഈ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സമയത്ത് എണ്ണയിൽ കുറച്ചധികം ഇടാൻ കഴിയുന്നത്, പിന്നെ നമ്മൾ ഇപ്പോൾ ഒന്നിച്ചിട്ട് ഇട്ട് കൊടുത്താൽ പിന്നെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അത് പിന്നെ ഇങ്ങനെ ഫ്രൈ ആയതുകൊണ്ട് വരുമ്പോൾക്ക് അത് ഒറ്റയായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ കുറേ ഇടുന്നതുകൊണ്ടൊന്നും പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എല്ലാം ഇതിലേക്ക് ഇട്ടെടുത്തിട്ടില്ലേ തിരിച്ചിട്ട് മറിച്ചിട്ടിട്ടിട്ട് നല്ല ഗോൾഡൻ നിറമാകുന്ന നേരം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഏകദേശം 1 മാസത്തോളം നല്ല ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് വെച്ചെങ്കിൽ 1 മാസത്തോളം 1 മാസമല്ല അധികവും എന്താവില്ല കാറ്റ് കിടക്കാത്ത ഡബ്ബയിലെല്ലാം ഇട്ടിട്ട് വെച്ചെങ്കിൽ കുറേ നാളത്തേക്ക് എന്തോ ആവല. അപ്പോൾ ഇല്ലേ നമുക്കിത് ഉണ്ടാക്കിയിട്ട് വെച്ചെങ്കിൽ നമ്മളെ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം തന്നെയാണ് ഈ ഡ്രൈ സ്നാക്സ് എല്ലാം. പിള്ളേർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇത് പെരുന്നാൾക്ക് തന്നെയെന്നല്ല അല്ലാത്ത ടൈമിലും ഉണ്ടാക്കിയിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് പിള്ളേർക്ക് കൊടുക്കാം. ഈ ബേക്കറിയിൽ നിന്നെല്ലാം എടുക്കുന്നതിനായിട്ടും ഇതിപ്പോൾ നല്ല ഗോൾഡൻ നിറായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ഇങ്ങനെ ചുട്ടെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തരാവുക. അതേപോലെ തന്നെ ഷെയർ ചെയ്യും. പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണോ കമൻറ്റിലൂടെ. അതേപോലെ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ അടുത്തോളം സബ്സ്ക്രൈബ് ആക്കാത്തവരുണ്ടെങ്കിൽ ഓരോന്ന് സബ്സ്ക്രൈബ് ആക്കിയറ. എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണ് പ്രസ് ആക്കിയെങ്കിൽ ഞാനില്ലേ ഇടുന്ന വീഡിയോ നിങ്ങൾക്കില്ലേ ഇടുന്ന ടൈമിൽ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.